നമസ്കാരം. കത്തോലിക്ക സഭയുടെ ആഗോള പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. അതിനായി രാഷ്ട്രപതിയും സംഘവും ഇന്ത്യയിൽ നിന്നും റോമിലേക്ക് പുറപ്പെട്ടു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരും രാഷ്ട്രപതിക്ക് ഒപ്പമുണ്ട്. വത്തിക്കാനിൽ നാളെ പ്രാദേശിക സമയം രാവിലെ 10-നാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച റോമിലെത്തുന്ന രാഷ്ട്രപതി വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് നാളെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പുലർത്തിയിരുന്നത്. പ്രധാനമന്ത്രി മോദി റോമിലെത്തി പാപ്പയെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് വരാനുള്ള ആഗ്രഹവും പാപ്പ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏറ്റവും ഉയർന്ന നേതാക്കൾ തന്നെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന തീരുമാനമാണ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലുണ്ടായത്. മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കുന്ന ശനിയാഴ്ച ഇന്ത്യയിലും ഔദ്യോഗിക ദുഃഖാചരണമായിരിക്കും. ജനസംഖ്യയിൽ വലിയൊരു ഭാഗം കത്തോലിക്കക്കാരുള്ള ഇന്ത്യയിൽ മാർപ്പാപ്പയോടുള്ള ആദര സൂചകമായി 3 ദിവസമായി ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതിയെ കൂടാതെ നിരവധി ലോക നേതാക്കളാണ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ UK പ്രധാനമന്ത്രിയും ബ്രിട്ടീഷ് രാജകുമാരനും അടക്കമുള്ളവർ ഉൾപ്പെടും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വദേശമായ അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലെ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ, യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവർ അടക്കം 50-ലേറെ ലോക നേതാക്കൾ പങ്കെടുക്കും. അതേസമയം റഷ്യൻ പ്രസിഡന്റ് പുടിൻ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കില്ല എന്നതാണ് ക്രെംലിൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന 10,000-കണക്കിന് വിശ്വാസികളും സംസ്കാര ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട്. മാർപ്പാപ്പയെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വത്തിക്കാനിലെത്തുന്നത്. വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള സെന്റ് മേരീസ് മേജർ ബസിലിക്കയിലാണ് ചടങ്ങുകൾ നടക്കുക. കൂടാതെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്യുന്നത് എന്നാണ് മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലളിതമായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് കാരണമൊന്നും റഷ്യൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള അറസ്റ്റ് വാറന്റ് കാരണമാണ് യാത്ര ഒഴിവാക്കിയതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വാറന്റ് നിലനിൽക്കുന്നതിനാൽ അന്താരാഷ്ട്ര യാത്രകൾ പുടിന് വെല്ലുവിളിയാണ്. അതേസമയം കത്തോലിക്ക സഭയിലെ കർദിനാൾ കെവിൻ ഫാരലിന് അനുശോചനം അറിയിച്ച് പുടിൻ സന്ദേശം അയച്ചിരുന്നു. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചിട്ടുണ്ട്.